ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കിവി മല്ലുട്രയോ. ഞാൻ ജിനോ. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫിഷിംഗ് അല്ല കേട്ടോ. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു ബെറി ഫാം വിസിറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ സ്ട്രോബെറി, ബ്ലൂബെറി എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ഒരു നിഗമനം. അങ്ങനെ നമുക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. അപ്പോൾ നമ്മളിന്ന് ബെറി ഫാം വിസിറ്റ് ചെയ്തിട്ട് അവിടെ സ്ട്രോബെറി, ബ്ലൂബെറി ഒക്കെ ഒന്ന് പിക്കിങ്ങും സംഭവങ്ങളെല്ലാം ഉൾപ്പെടുത്തിയൊരു ബ്ലോഗാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ മണ്ണാൻ്റെ ജോസാറൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് ഒരു 1.5 hour ജേണി ഉണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഇനി ഇടയിലുള്ള നല്ല യാത്ര ചെയ്യുമ്പോഴുള്ള റോഡിൻ്റെ ബ്യൂട്ടിയും എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഫ്യൂസും ഗൈസ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ബെറീസ് ഗാർഡനിലേക്ക് എത്തിയിട്ടോ. ഒരു 1 hour ജേണി ഉണ്ടായിരുന്നു. അതെ, ഇത് നേരെ കാണുന്നതാണ് നമ്മുടെ സ്ഥലം. പെനറി ഗാർഡൻസ് ഫ്രഷ് പ്രൊഡ്യൂസ് ആൻഡ് പ്രിസർവ്സ്. ഇതാണ് അവിടെ ഒരു സ്റ്റോറുണ്ട്. പിന്നെ അതിൻ്റെ പുറകിലാണ് ഇത് മറ്റേ അഗ്രികൾച്ചർ ചെയ്ത സംഭവങ്ങളും ഗാർഡൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി അവിടേക്ക് ചെന്നിട്ട് സംഭവങ്ങൾ പറിക്കലും ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി സെറ്റപ്പ് ആക്കാം. അപ്പോൾ നമുക്ക് ചെന്ന് നോക്കാം ഇനി ഇന്നോട്ടേക്ക് അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഫോളോവേഴ്സ് ഓക്കെ. ഗായ്സ്, അപ്പോൾ നമ്മളിത് ഗാർഡൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതേ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സസൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് വേണം നമുക്ക് ഇനി സ്ട്രോബെറി ഒക്കെ ഇങ്ങനെ പറിച്ച് ഇടാനൊക്കെ നമുക്കൊരു ബോക്സൊക്കെ തന്നിട്ടുണ്ട്. ഇത് നേരെ കാണുന്നതാണ് നമ്മുടെ സ്ട്രോബെറി ഫാം. നോ ഈറ്റിംഗ് ഫ്രൂട്ട്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറിച്ചുടനെ കഴിക്കാനൊന്നും പറ്റില്ല. നമുക്ക് പറിച്ചിട്ട് അവിടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി അത് വെയിറ്റ് ചെയ്ത് നോക്കണം. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ബില്ല് പേ ചെയ്യണം. ബില്ല് പേ ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ഇതൊക്കെ ഇതെന്താ സംഭവം? ഇത് നമ്മൾ പ്ലമ്മിലാണ് തുടങ്ങിയത് കേട്ടോ. ഇവിടെയൊക്കെ നിറച്ച് പ്ലമ്മുകളുണ്ട്. ഇതൊക്കെ പച്ചയാണ്. ഇനി എനിക്ക് തോന്നുന്നു അകത്തേക്ക് പോകുന്തോറായിരിക്കും ഇനി പഴുത്തതൊക്കെ ഉണ്ടാവാം. അപ്പം നമുക്കിനി ഓരോന്ന് വഴിയെ കാണാം. ഗജോ ഫ്രണ്ടിൽ തന്നെ പോകുന്നുണ്ട്. ക്ഷമയില്ല അവന്. പറിച്ച് തിന്നില്ല കേട്ടോ. നമ്മളിനി പൊക്കുകയല്ലെങ്കിൽ ഇവിടെ നിന്ന് പറിച്ച് തിന്നല്ലേന്ന് ഓരോന്ന്. ഹായ്, അടിപൊളി. ഇവിടെയൊക്കെ ഏതാണ്ടൊക്കെ ചെയ്യേണ്ടത്. ഇതൊന്നും ഇട്ടാണ് സംഭവം. ചീരിയോ? ഇവിടെയൊക്കെ ഏതാണ്ടൊക്കെ നട്ടിട്ടുണ്ട് കൈസ്. നമുക്കറിയില്ല. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അപ്പുറത്ത് തന്നെ ട്രീസും ഒക്കെ പ്ലമ്മാണ് കേട്ടോ. ഈ താഴത്തെ സംഭവം ഒന്നിട്ടാണ് നമുക്ക് വലിയ പിടിയില്ല. ഇത് കുറേ പേരൊക്കെ അവിടുന്ന് സ്ട്രോബെറി ഒക്കെ പറിച്ച് അടിപൊളി സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വലുതുണ്ടാവോ? പറിച്ചെടുത്ത് കഴിഞ്ഞാൽ വരും. ഹായ്. ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം കണ്ടോ? യാതൊരു പരിചയമില്ലാത്ത നമ്മളെ കൺമിക്ക് അവർ വിഷൊക്കെ ചെയ്യുന്നുണ്ടോ? അങ്ങനെ കാണാം. അടിപൊളി. എൻ്റെ അമ്മേ, ഇവർ പറിച്ചുകൊണ്ടായിരിക്കും കൈസ്. ഒരു ട്രോളി നിറച്ച് സ്ട്രോബെറി. നമ്മൾ സ്ട്രോബെറി സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്ട്രോബെറീസ് ദിസ് വേ. 90 മീറ്റർ. ഇപ്പുറത്തെ സൈഡിലൊക്കെ ഇവിടെ കുറച്ച് ഉണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഇപ്പോൾ പറിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ആയി വന്നുള്ളൂ. ഈ കാണുന്നതൊക്കെ സ്ട്രോബെറി ഉണ്ട് ഗൈസ്. പക്ഷെ ഇവിടുത്തെ ഇപ്പോൾ നമുക്ക് പറിക്കാൻ പറ്റില്ല. കാരണം അത് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറകിൽ കുറച്ച് സെക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് പറിക്കാമെന്ന് അവർ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒക്കെ കണി കാണത്തൊക്കെ പറിച്ച് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പോകണം. പക്ഷേ ഇവിടെ പറിക്കണ്ട കേട്ടോ. ഈ 2 ബോക്സ് മാത്രം പറിക്കണം. കാരണം നമുക്ക് പേ ചെയ്യണമല്ലോ, ഫ്രീ അല്ലല്ലോ. ഫ്രീ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ തോട്ടി വെച്ചൊക്കെ പറിച്ചേനെ. പക്ഷെ നമ്മൾ പൈസ ഇറക്കേണ്ട കാരണം തൽക്കാലം 2 ബോക്സ് പറിക്കണുള്ളൂ. ഓക്കേ.
ജോ ഓടണം. ഗായ്സ് നമ്മൾ സ്ട്രോബെറി സെക്ഷനിലേക്ക് എത്തിയിട്ടോ ഫൈനലി. ഇതേ ഫ്രണ്ടിൽ കാണുന്നു. ഇതേ ജോടെ ചെന്ന് പറിച്ചു തുടങ്ങി. സ്ട്രോബെറി ചുമ്മാ കിടക്കണം. ഗായ്സ് സ്ട്രോബെറി ഈസ് ഹിയർ. അടിപൊളി. അങ്ങനെ ജോ പറിച്ച് പകുതിയോളായി. ഒരു മയം ഇല്ലാണ്ടാണ് പറയണത്. കുറച്ച് ബാക്കി വെക്കണം കേട്ടോ. പക്ഷെ നമുക്കത് ഫ്രീ അല്ലല്ലോ, എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പിന്നെ മാക്സിമം പറിച്ച് യൂട്ടിലൈസ് ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. കുറേ ഉണ്ട് കേട്ടോ. അത് നീ തുടങ്ങണല്ലേ? ഞാൻ തുടങ്ങാം. നീ ആദ്യം പറിച്ച് സെറ്റാവ്, എന്നിട്ട് ഞാൻ എൻ്റെ അമ്മേ അത് നമ്മള് ഇങ്ങനെ പറിച്ചെടുക്കും. നൈസ്. ഇത് ഭയങ്കര പഴുത്തത്, പക്ഷെ ഇത് കേടാ. ഇതൊക്കെ ഇവിടെ കണ്ട കുറേയൊക്കെ താഴെ കിടക്കുന്നുണ്ട് ഗൈസ്. അതൊന്നും നമ്മൾ എടുക്കണില്ല. കുറേയൊക്കെ താഴെ കിടന്ന് ആൾക്കാർ ചവിട്ടി കുറേയൊക്കെ ചതഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഈ സെക്ഷനിൽ നമുക്ക് ഇഷ്ടംപോലെ പറിക്കാം, കാരണം ഇവിടെ കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഇനി പ്ലമ്മും ബ്ലൂബെറി സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ നമ്മൾ സ്ട്രോബെറി സെക്ഷൻ പറിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള സെക്ഷനിലേക്ക് ഇങ്ങനെ പോവാം. ജോയ്സ് ക്യാരി ഓൺ. അടിപൊളി. ഇത് അപ്പുറത്ത് കുറച്ച് പേരൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ച് നമ്മൾ സ്ട്രോബെറി പ്ലക്കിങ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 hour ജേർണി ഇട്ടിട്ട് നമുക്ക് ഈ സ്ഥലത്തേക്ക്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് സ്ട്രോബെറി പറിക്കണം. ഇങ്ങനെ ചുമ്മാ ഉണ്ടായി കിടക്കാണ്. നല്ല രസം ഇങ്ങനെ ചുമ്മാ പറിച്ചങ്ങോട്ട് പോകാൻ. അല്ലേ? ഓ, ജോൻ്റെ 2ാമത്തെ പ്രാവശ്യം കേട്ടോ. കാരണം പുള്ളി കുറേ നാളായില്ല ന്യൂസിലൻഡ്. ഞാൻ ഇതിപ്പോൾ വന്നുള്ളൂ. ഞാൻ ശിശു, ഞാൻ വന്നിട്ടേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് ടൈമാണ്, എന്നാലും അടിപൊളി. അങ്ങനെ സ്ട്രോബെറിയുടെ പൂവൊക്കെ ആദ്യമായിട്ട് കാണും. അതൊക്കെ സ്ട്രോബെറിയുടെ ഫ്ലവർ ഇതൊക്കെയാണ്. പിന്നെ സ്ട്രോബെറി ഈ ഫ്ലവറാണ് പിന്നെ നമുക്ക് സീഡായിട്ട് കായായിട്ട് വരാം. പിന്നെ അത് സ്ട്രോബെറി ആയിട്ട് വരും. പിന്നെ അതെ ഇത് പച്ച സ്ട്രോബെറി അത് പഴുത്ത് പിന്നെ ഈ ഫോമിലേക്ക് ആവും. അടിപൊളി. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് ഒറ്റാക്കി എന്നുണ്ടോ. ഒറ്റാക്കിയിൽ ഉള്ളൊരു ഫാമാണിത്. നല്ല അടിപൊളി സ്ഥലം. ഇത് അധികം ഒരുപാട് ക്രൗഡഡൊന്നുമല്ല കേട്ടോ. കുറച്ച് ആൾക്കാർ ഇപ്പം നിലവിൽ ഇപ്പോൾ ഇവിടെ പറിക്കണുള്ളൂ. എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ കുറേ പേരൊക്കെ വന്ന് പോയെന്ന് തോന്നണേ. നമ്മൾ വന്ന വഴിക്ക് കുറേ പേരൊക്കെ ട്രോളിയിൽ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുന്നു, ട്രക്കിലൊക്കെ. അവരൊക്കെ ഒരു വർഷത്തേക്കുള്ള സ്ട്രോബെറി പറിച്ചുകൊണ്ട് പോയടെ. പക്ഷെ നമ്മൾ തൽക്കാലം ഈ 2 ബോക്സിലേ പറിക്കണുള്ളൂ. ഇതാണ് ഇവിടുത്തെ സീസൺ. ഡിസംബർ ഇപ്പോൾ ഡിസംബർ 2-ാം തീയതി ആയി ഇവിടെ. ഡിസംബർ ജാനൊക്കെയാണ് ഇവിടുത്തെ സ്ട്രോബെറി സീസൺ. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നിറച്ച് സ്ട്രോബെറിയാണ് ഇപ്പം. അപ്പോൾ നമ്മളെന്തായാലും വിചാരിച്ചു ഈ പ്രാവശ്യം ഒന്ന് വന്ന് ഇവിടേക്ക്. ജോ പറിച്ച് ഇത്ര ആയി. നമുക്കൊരു ചാക്കടിക്കേണ്ടി വരും ഗൈസ്. ഇവൻ്റെ പറക്കൽ കണ്ടിട്ട് നമ്മൾ ഇന്ന് മൊത്തം പറിച്ച് ഒരു പരിവാന്ന് വിചാരിക്കണം. അടിപൊളി. ഗായ്സ്, അപ്പോൾ ജോൻ്റെ പറക്കലെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ ഡ്യൂട്ടി ആണ്. ഇനി എൻ്റെ ടാസ്ക്. ഇനി ഞാൻ പറിച്ച് ഇനി നിറയ്ക്കാൻ പോണപ്പോൾ അടിപൊളി. ജിനന്റെ ഫസ്റ്റ് സമ്പാദ്യം തുടങ്ങാൻ പോവാണ്. ഞാൻ ന്യൂസിലൻഡിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് സ്ട്രോബെറി പറിക്കാൻ പോണത്. ആദ്യത്തെ സ്ട്രോബെറി പറിച്ചു ഗൈസ്. ആദ്യത്തെ സ്ട്രോബെറി ജിന പറിച്ച് ഇട്ടിരിക്കുകയാണ് ഗൈസ്. സന്തോഷാശ്രു. എൻ്റെ ഇപ്പൊ തന്നെ എനിക്ക് വയ്യ.
കുറച്ച് പൂവും പറിച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി മുളപ്പിക്കാൻ വേണമെങ്കിൽ. ജിനോന് ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ ഗൈസ്. നാട്ടില് BCA പഠിച്ച് ഭയങ്കര സെറ്റപ്പാണ്. ഇവരൊക്കെ കുറെ ഒളിച്ചിരിക്കണം. അത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഇത് കണ്ട ഒളിച്ചിരിക്കുന്ന അതിനൊക്കെ കണ്ടുപിടിച്ച് അതിസാഹസികമായ അത് പറയണ്ട ജിനോ. ഇതുകളെ പറഞ്ഞു കണ്ടോ അതിസാഹസികമായി സ്ട്രോബെറി പറിക്കുന്ന ജിനോനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ അത് പൂത്തുലഞ്ഞു കിടക്കണ സ്ട്രോബെറികളെ നമുക്ക് കാണാം. കണ്ടോ ഗൈസ്, ഒടുക്കത്തെ സ്ട്രോബെറീസ് ആണ് ഇവിടെ. പിന്നെ ജിനോ പറക്കണേൻ്റെ ഇടയ്ക്ക് തന്നെ അടക്കി തിന്നുണ്ട്. നൈസായിട്ട് കോച്ചുണ്ട് ഗൈസ്. ഇത് കണ്ട ക്യാമറ ഒന്നും ഇല്ലല്ലോ അല്ലേ? ക്യാമറയൊന്നുമില്ല. ഓ ഈ സ്ട്രോബെറി കണ്ടോ ഗൈസ്, എന്റെ പൊന്നെ പറിച്ചിട്ടോണ്ട് പോയാണ്. ഏറ്റവും വലിയ സ്ട്രോബെറി തന്നെയാണ്. പറിച്ച് ഇവിടെ ഇട്ടോണ്ട് പോയാണ്. ഇത് തെണ്ടിയാണോ ഇട്ടുകൊണ്ട് പോയത്? അവന് ശവം കിട്ടുള്ളൂ. ആദ്യമാണോ പോകുന്നത്? വേണമെങ്കിൽ പോകുമ്പോൾ നമുക്ക് എടുക്കാം നൈസായിട്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നോക്കിയേ ഗൈസ്, ഈ സ്ട്രോബെറി ഫാമിന്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം ഗൈസ്. ജിന എവിടെ നിൽക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ജിന അവിടെ അറ്റത്ത് നിന്ന് പറിക്കണുണ്ടോ? എൻ്റെ പൊന്നു, ഇത് നോക്ക്, അടിപൊളി. ഇതാണ്, ഇതിൽ കൂടെ നടന്നിട്ട് വേണം നമുക്ക് സ്ട്രോബെറി പറിക്കാനായിട്ട്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുകളുണ്ട്. അപ്പം നടക്കാനായിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമുക്ക് വിശാലമായിട്ട് നടന്ന് സെലക്ട് ചെയ്ത് ഏത് സ്ട്രോബെറി വേണമെന്ന് വിചാരിച്ച് നമുക്ക് പറിക്കാം. അതേപോലെ തന്നെ ഇവിടെ സെക്ഷൻ ഉണ്ട്. 1 2 3 4 5 6 7. ഇതേപോലെ തന്നെ അപ്പുറം 7 ഉണ്ട്. അതുപോലെ 14 സൈഡിൽ കൂടെ വേണം നമുക്ക് വേണമെങ്കിൽ പറിക്കാൻ പറ്റും. ജിന അതേപ്പോ ഞാൻ അരമണിക്കൂർ കൊണ്ട് പറിച്ചത് ജിന വെറും സെലക്ട് ചെയ്ത് പറിച്ച ഞാൻ ജിനോ അവിടെ ഒന്നും നോക്കാതെയാണ് സ്ട്രോബെറി അച്ചാലും കുച്ചാലും ഇട്ട് പറിക്കണ. അഭിനയം കുറച്ച് കുറക്കാട്ടോ ജിനോ, എന്റെ അഭിപ്രായത്തില്. എന്റെ ഇന്ന് നല്ല സണ്ണി ക്ലൈമറ്റ് ആണ്, നമുക്ക് ഭയങ്കര ഫേവറാണ് വെതർ. അപ്പൊ അതാണ് പൊളിയാണ്. ഇതാണ് എന്റെ സ്ട്രോബെറി ഞാൻ പറിച്ച ചേട്ടത്. ജിനോന്റെ സമ്പാദ്യം ഇവിടം വരെ ആയി. ജിനോ വേറെ ലെവൽ. കണ്ടോ ഗൈസ്, ഇതാണ് അടുത്ത സെക്ഷൻ. ഞാൻ പറഞ്ഞ അടുത്ത സെക്ഷൻ. ഇവിടെയും 7 തൊട്ട് 9 വരെ ഉള്ള ലൈൻ ഉണ്ട്. അപ്പൊ ഈ ലൈനിൽ കൂടെ ഒക്കെ നമുക്ക് കിടന്ന് ചാടി ഓടിയൊന്ന് പടക്കാം. കണ്ടോ? പക്ഷെ എന്റെ പൊന്നെ, അത് കടിച്ചു പറഞ്ഞത് ഇന്ന് നോക്കി ജിനോ. വേണ്ട ആൾക്കാരുണ്ട്. വേണ്ട. ഒരു 10 നമുക്ക് ഗൈസ് ഇവിടെ എഴുതി വെച്ച കണ്ടോ, 9.95 per kg. അതാണ് അത്രയും $ആണ് നമുക്കൊരു കിലോ സ്ട്രോബെറിക്ക്. അവിടെ ഒന്നും ഇല്ല ജിനോ, കാരണം അവിടെ ഞാൻ പോയിട്ടുള്ളതാണ് ഗൈസ്. ഒരു കുഴപ്പമില്ല, നീ പറിച്ചോ. ജിനോന്റെ കളക്ഷൻ വീണ്ടും കൂട്ടാണ് ഗൈസ്. ജിനോ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ് സെലക്ട് ചെയ്യണേ, കാരണം അമ്മാരി ഉണ്ട് ഇവിടെ. ഏത് പറിക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ്. എല്ലാം സൂപ്പറാണ്. ഇതേ ജിനോ അതിസാഹസികമായി ഒറ്റ കൈ കൊണ്ടൊക്കെയാണ് പറക്കണേ. പിന്നെ തോട്ടിയാണ് ഒറ്റ കൈ കൊണ്ട് ഞെരിച്ച് പിരിച്ചൊക്കെയാണ്. അതിനെ ചെടീനെ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള പ്രഹസനാണ് ഇവിടെ നടക്കണ ഗൈസ്. പിന്നെ പ്രഹസനാണ് കിലോന് ഇപ്പൊ ഇവിടെ എഴുതി വെച്ചേക്കണത് 9 സംതിങ് ആണ്. അപ്പൊ നാട്ടിലൊരു 500 രൂപയാണ് കിലോന് ഇവിടെ കാണിക്കണേ. 500 രൂപയാവും കിലോന്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ജിനോന് ഇഷ്ടം പോലെ പൈസ ഉണ്ട് ജിനോന്റെ കയ്യിൽ. ഞാൻ ബേക്കറാണ് ജിനോ. അപ്പൊ ജിനോന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗൈസ്. അമ്മാരി സെറ്റപ്പാണ്. നാട്ടിലായി കഴിഞ്ഞാൽ അത് കോടീശ്വരനാണ് ജിനോനെ പറ്റി നിങ്ങൾക്കൊരു ബ്രീഫായിട്ടൊരു ഇൻട്രൊഡക്ഷൻ അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നതായിരിക്കും. അമ്മാരി സെറ്റപ്പാണ്.
കണ്ണടൊക്കെ വെച്ച് നമ്മള് സ്റ്റൈലാവണം. അങ്ങനെ ഗൈസ് ഇത് മതിയാവല്ലേ? അടക്കാൻ പറ്റും. ഇച്ചിരി പറിച്ചോ, ഫുള്ളായിട്ട് പറിച്ചോ. കാരണം ഫുള്ളായിട്ട് പഴുത്തത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഒട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ മീഡിയം ഒരിതിൽ പഴുത്തത് പറിച്ചാലേ കാര്യത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പഴുത്ത് നമുക്ക് ഇതിപ്പോൾ കുറേ ഉണ്ട്, ഏകദേശം 2 കിലോന് മേലെ ഉണ്ട് ഈ സ്ട്രോബെറി. അപ്പോൾ നമുക്ക് ഒറ്റയിരിപ്പിനെ തീർക്കാൻ പറ്റില്ല, ഒരാഴ്ച എടുക്കും നിന്ന് തീർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പഴുപ്പിൽ പറിച്ചാലേ നമുക്ക് ആ സമയം പൊളിക്കും പഴുത്ത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് ശരിയാണല്ലോ, നമുക്ക് ജ്യൂസ് അടിക്കാം. മാൻ അത് നല്ലൊരു ഐഡിയ ആണ്. എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റേ കൂടി പറിച്ചാലോ? അവിടെ ഉണ്ടായിരുന്നു അത് എടുത്താലോ? വാ എടുക്കാം, നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം പറിച്ച് സെറ്റായിട്ടോ. അതെ, എൻ്റെ കയ്യിൽ 2 ബോക്സ് ഉണ്ട്. പിന്നെ അതെ 3ാമത്തെ ബോക്സിൽ ജോ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്ര മതിയാവും. നമ്മൾ 3 ബോക്സ് പറിച്ച് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ. എനിക്ക് തെറ്റിയതാണ് നേരത്തെ, വേറെ ബ്ലൂബെറി സംഭവങ്ങളൊന്നുമില്ല. സ്ട്രോബെറി പിന്നെ നമ്മൾ എൻട്രൻസിൽ കണ്ട പ്ലം സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മളിത് പറിച്ചിന് ഫ്രണ്ടിൽ പോയി നമ്മളിത് വെയ് ചെയ്തിട്ട് നമ്മൾ പേ ചെയ്യും, എന്നിട്ട് വീട്ടിൽ പോകാനുള്ള പരിപാടി. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോബെറി ഫാം. ജോ ഈസ് സ്റ്റിൽ ഗോയിങ് ഓൺ. അതിന് മതിയാവണല്ലേ പറിച്ച് ഞങ്ങൾക്കിത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്രയും കൂടുതൽ പറിക്കണേ. സ്ട്രോബെറി ജ്യൂസ് അടിച്ച് കുടിക്കാനാണ് വീട്ടിൽ ചെന്നിട്ട്. അതുകൊണ്ട് നമുക്കിനി വീട്ടിൽ ചെന്നിട്ടുള്ള ബാക്കി പരിപാടികളൊക്കെ കാണാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ സെറ്റപ്പ്. സ്ട്രോബെറി ആദ്യമായിട്ട് സ്ട്രോബെറി പറിച്ചു ഗൈസ്. ഇതാണ് സ്ട്രോബെറി ഫാം. ദാറ്റ്സ് ഇറ്റ്. സോ നമുക്കിനി ഫ്രണ്ടിൽ ചെന്നിട്ട് ഇത് വെയ് ചെയ്യുന്നതും പേ ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ സീ യു ദേർ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. ഗൈസ് ജിരാൻ്റെ സ്ട്രോബെറി സമ്പാദ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഇമാതിരി സ്ട്രോബെറി ഇതിനകത്ത് 2 ഞങ്ങൾ എടുക്കും. ഇതിനകത്ത് ഒരെണ്ണം ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ബോസിന് കൊടുക്കാൻ വേണ്ടിയാണ്. ജിനോയും ബോസും ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ അത് കാരണം ജിനോനും ബോസിനും ഒരെണ്ണം കൊടുക്കണമെന്നാണ് ജിനോ പറഞ്ഞത്. ഏകദേശം ഒരു 3 കിലോ അടുത്ത് ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 3 കിലോനപ്പം എത്രയാവും? 3 കിലോനപ്പം ഒരു $30. $30 എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 രൂപ. ജിനോനെ സംബന്ധിച്ച് അത് വലിയൊരു പൈസയല്ല. എന്നിരുന്നാൽ കൂടി ജിനോ തന്നെ ആയിരിക്കും ഇന്നത്തെ എല്ലാ ഫൈനാൻഷ്യൽ കാര്യങ്ങളും ഡീൽ ചെയ്യണത്. ഇതാണ് ഫാം ഗൈസ്. അങ്ങനെ സ്ട്രോബെറി കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ക്ലോസ് ആയിട്ട് ഉണ്ടായി കിടക്കണത്. എല്ലാ സൈസിലുള്ളതുണ്ടോ? അതാണ് വ്യത്യാസം. ഇങ്ങനെ ആ അറ്റം വരെ സ്ട്രോബെറി ഉണ്ടായി കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. ദേഹത്തൊക്കെ നമുക്ക് ഇങ്ങനെ വീണെടുക്കണുണ്ടായി നമുക്ക് ആ വിഷമം വരും. അമ്മരിയാണ് ജിന വാങ്ങിച്ചതിനൊക്കെ കൂടുതൽ വയറ്റിലാക്കിയേണ്ടെന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് എന്താ പൊന്നി ഇവിടെ ഉണ്ടായി കിടക്കണം. നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ബൾക്കായിട്ട് ഉണ്ടായി കിടക്കണ കണ്ട സ്ഥലം. ഞാൻ ഇതിൽ വെച്ച് ഇവിടെ വേറെ ആൾക്കാർ പറിക്കുന്നത് നമുക്ക് കാണാം. ഓൺ ദ വേ ആണ്. അപ്പം ബാക്കി വിശേഷം സ്ക്രീനിൽ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ എത്തിയിട്ട് ഇവിടെയാണ് നമ്മൾ സ്ട്രോബെറി വെയിറ്റ് ചെയ്ത് പേ ചെയ്യണേ. ഞാൻ വേ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്ട്രോബെറി വേ ചെയ്തു. എത്ര കിലോ ഉണ്ടാകണം? 4 കിലോ സ്ട്രോബെറി നമ്മൾ പേ ചെയ്തു. ഇനി നേരെ വീട്ടിൽ പോകണം ഗൈസ്. ഇവിടെ കുറേ സെയിലിന് വെച്ചിട്ടുണ്ട് സ്ട്രോബെറീസ്, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ ഉണ്ടാവുന്നതല്ല കേട്ടോ, ഇതൊക്കെ ഇവിടെ സെയിലിന് വെച്ചിട്ടുണ്ടാവും.
യെസ്, ഒരു ചെറിയ സ്റ്റോറുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പം നമ്മുടെ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 40 കിലോ അല്ലേ? 40 കിലോ അല്ല, 4 കിലോ. സോറി, ആവേശം കൂടി പോയിട്ടാണ്. 4 കിലോ സ്ട്രോബെറി ആയിട്ട് നമ്മൾ അങ്ങനെ പയ്യെ വീട്ടിലേക്ക് പോവാണ്. 4 കിലോ സ്ട്രോബെറിക്ക് $40. സോ ചീപ്പ്. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകണം. ചിലപ്പോൾ ഒരു ബീച്ചിലും കൂടി പോകും. നമ്മൾ ബീച്ചിൽ പോയിട്ട് അവിടുത്തെ വിശേഷം കൂടി കാണാം. അപ്പോൾ നമ്മളിനി പോകുന്ന വഴിക്ക് ഒരു ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. സീ യു ഗൈസ്. ഹായ് ഗൈസ്, നമ്മൾ സ്ട്രോബെറി എല്ലാം പ്ലക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ബീച്ചിലേക്ക് പോകുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ അടുത്തൊരു സീനിക് വ്യൂ ഉണ്ടെന്ന് നമുക്ക് ഒന്ന് സെർച്ച് ഹിസ്റ്ററിയിൽ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ആ ഒരു സീനിക് വ്യൂ കാണിച്ചു തരട്ടെ. ഇതെനിക്ക് എങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ഹാവ് നോ ഐഡിയ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അത്രയ്ക്ക് പറയുന്നത്. അമേസിങ് വ്യൂ. സോ അതെ, ഇതാണ് നമ്മുടെ കിഡിലോസ്കി വ്യൂ. ഇത് നോക്ക് ഗൈസ്, മൈ ഗോഡ്, കണ്ടോ? ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ നിൽക്കണേ. ഫുൾ കടല് നമുക്ക് കാണാം. എൻ്റെ ദൈവമേ, ഭയങ്കര വിൻഡിയാണ്. എനിക്ക് ഇവിടെ നിൽക്കാനേ പറ്റില്ല, അത്രയ്ക്ക് വിൻഡിയാണ്. പക്ഷെ എന്നാലും ഈ വ്യൂ കണ്ടിട്ട് നിർത്താണ്ട് പോകാൻ പറ്റണല്ലോ, അതുമാതിരി അസാധ്യ വ്യൂ. താഴെ നോക്കത്തേ വണ്ടികളും റോഡൊക്കെ വരെ കാണാം. അമേസിങ് വ്യൂ. ഓ മൈ ഗോഡ്. അസാധ്യ വ്യൂ. എൻ്റെ ദൈവമേ, ഫുൾ കടലാണ് ബാക്കില്. അമേസിങ് വ്യൂ. ഇവിടെ കാറ്റാണ് ആക്ച്വലി എനിക്ക് നിൽക്കാൻ കൂടി പറ്റില്ല, അമ്മാതിരി നല്ല കാറ്റ്. നമ്മൾ ഒരു എന്താ പറയുക ഹില്ലിൻ്റെ ടോപ്പിലാണ്. ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കടലും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അമേസിങ് വ്യൂ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മൈ ഗോഡ്, നല്ല തണുപ്പുണ്ട് ആക്ച്വലി. സോ അമേസിങ്, ഫുൾ കടലോട് കടൽ. സോ താങ്ക് യു ഗൈസ് ഫോർ സപ്പോർട്ടിങ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും കൂടി ഉണ്ടാവണം. ഇനി നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. സോ ബൈ ആൻഡ് സീ യു നെക്സ്റ്റ്. സീ യു ഗൈസ്.